ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ്. കുറേ ദിവസമായി വിചാരിക്കുന്നു എൻ്റെ റൂമിൻ്റെ അലമാര ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്നാലേ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ അതിൻ്റെ അകത്തുള്ള ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്ത് പുറത്തിടുകയാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടാത്ത ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അലമാരയിൽ കുറച്ചധികം സ്പേസും കിട്ടും. നമ്മൾ വാങ്ങിച്ചിട്ട് ഇഷ്ടമല്ലാഞ്ഞിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ ഇതിനകത്ത് മാറ്റും. എന്നിട്ട് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ഇതിനകത്ത് വെക്കുള്ളൂ. നമ്മളില്ലേ ഡെയിലി ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ കയ്യാലെ മടക്കി വെച്ചാൽ വലിയൊരു പണി കഴിഞ്ഞു കേട്ടോ. ഇതിങ്ങനെ കൂട്ടിയിടുമ്പോഴാണ് നമുക്ക് തീരാത്ത പണിയാകുന്നത്. അപ്പം ഞാനിപ്പോൾ അലമാരിയിൽ നിന്ന് എടുത്തിട്ട ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് മടക്കി തീരണമെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഏകദേശം ഈ ബെഡ് നിറച്ചും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പണിയാണ് തുണി മടക്കൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മടക്കുമ്പോൾ എല്ലാം മടക്കി വെക്കും. മടക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവും. എന്നാലും ഞാൻ പരമാവധി മടക്കി വെക്കാറുണ്ട്. പിന്നെ നമ്മൾ അലമാരിയിൽ വെക്കുമ്പോൾ വൃത്തിക്ക് വെക്കാത്ത ഈ ഒരു പ്രശ്നം മാത്രമേ വരാറുള്ളൂ. ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ടി വെയർ ഡ്രസ്സ് ഒന്നിച്ച് വെക്കുക, പിന്നെ കുർത്തീസ് ഒന്നിച്ച് വെക്കുക, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ എനിക്ക് പറ്റുന്നത് അയലിൽ നിന്ന് എടുത്ത് നമ്മൾ അലമാരിയിൽ വെക്കൂലേ, ആ സമയത്ത് എല്ലാം മിക്സ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും വൃത്തിയാക്കുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ ഓർഡറിലെടുത്ത് വെക്കാറുള്ളത്. പിന്നെ ഒരു ടോപ്പിൻ്റെ പെയിൻറ്റ് അതിൻ്റെ അകത്ത് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ പ്രശ്നം വരില്ല, അല്ലെങ്കിൽ തപ്പി എല്ലാം വലിച്ചിട്ട് ആകെ ഒരു കളിയാവും. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ ഇടേണ്ട ഡ്രസ്സൊക്കെ സെറ്റാക്കി പുറത്തെടുത്ത് വെക്കുക. അതായത് അലമാരിനകത്ത് നിന്ന് എടുത്ത് നമ്മൾ അയലിലോ വേറെ എവിടെയെങ്കിലും എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വലിക്കുമ്പോഴുള്ള ഈ ഒരു പ്രോബ്ലം വരില്ല. എല്ലാവർക്കും പറ്റുന്ന പ്രശ്നമാണ്. നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകുമ്പോൾ ഉള്ളിലത്തെ ഡ്രസ്സ് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലത്തെ ഡ്രസ്സ് മറിഞ്ഞു പോകും. അങ്ങനെയാണ് പലപ്പോഴും എൻ്റെ അലമാര വൃത്തികേടാകുന്നത്. കുറച്ച് ഡ്രസ്സ് മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അലമാര ഒന്ന് തുടച്ചിടുകയാണ്. നല്ലോണം പൊടി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചപ്പോൾ നല്ല ചളി വന്നിട്ടുണ്ട്. അടിയിൽ ഞാനൊരു കടലാസ് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഞാൻ ഡ്രസ്സ് വെക്കാറ്. അപ്പോൾ ന്യൂസ് പേപ്പറാണ് ഞാൻ വിരിക്കുന്നത്. ആദ്യം തന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ഉപയോഗിക്കുന്ന പാർട്ടി വെയർ ചുരിദാറുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ ഒരു സാരി ബാഗിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ഞാനൊരു 2 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. സാരി വെക്കലാണ് ഭയങ്കര പണി. കാരണം സാരി വലിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാരി ബാഗിൻ്റെ അകത്താണ് കേട്ടോ എല്ലാ സാരിയും ഫോൾഡ് ചെയ്ത് വെക്കാറ്. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ സാരി. ഏകദേശം ഒരു 10 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് വെയിലത്തിട്ട് ഉണക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ സാരികളുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ സാരി ഉപയോഗിക്കാത്ത ഒരാളാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും കല്യാണമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ സാരി യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അങ്ങനെ സാരി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6-7 സാരി ഇതിനകത്ത് കൊള്ളു. അതിൻ്റെ ബ്ലൗസും ഞാൻ അതിൻ്റെ അകത്ത് തന്നെയാണ് വെക്കാറ്. പിന്നെ സാരി ബാഗിൽ തന്നെ എൻ്റെ സ്കേർട്ടും ടോപ്പൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതും ഞാൻ ഇതിനകത്താണ് ഫോൾഡ് ചെയ്ത് വെക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. അങ്ങനെ സാരിയും സ്കേർട്ടെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ബാക്കി ഡ്രസ്സും കൂടി അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. ജീൻസൊക്കെ ഞാനിതുപോലെ ചുരുട്ടിയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഒരുപാട് സ്പേസ് കിട്ടും, എടുക്കാനും കുറച്ച് എളുപ്പമാണ്. അങ്ങനെ ജീൻസ് അവിടെ ഞാൻ കൊള്ളിച്ചു. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എടുക്കുമ്പോൾ എളുപ്പമായിരിക്കും, കാരണം ഓരോന്നിൻ്റെതായ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇനി ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയും കൂടി ചെയ്താൽ ഇതുപോലെ നീറ്റായിട്ട് കിടക്കും കുറേ കാലത്തേക്ക്.
ഏതായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ കാലമായിട്ട് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളൊരു പണിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് മൊത്തം ഒന്ന് തുടച്ചിട്ടോ. അപ്പോൾ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് പോയി. പിന്നെ കർട്ടനൊക്കെ ഒന്ന് കാറ്റിയിട്ടു. എനിക്ക് നല്ല വെളിച്ചവും ഒക്കെ വേണം റൂമിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ജനലൊക്കെ തുറന്നിടും, അതാണ് പൊടി വരുന്നത്. അലമാരയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മൊത്തം ഒന്ന് അടിച്ചു വാരി ഇടുകയാണ്. അപ്പോൾ അത് തന്നെ മാറാലയൊക്കെ ഒന്ന് പോക്കി കൊടുക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പെല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടതാണ്. പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ, ജനലിൻ്റെ മുകളിൽ ഇതുപോലെ ടിഷ്യൂ കൊണ്ട് പൊടി തുടക്കൽ. അത് എപ്പോഴും പൊടി ഉണ്ടാവും, ജനൽ തുറന്നിടുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ തുടക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി വൃത്തിയാക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ ബെഡ്റൂം. കാരണം നമ്മൾ എഴുന്നേറ്റ് വരുമ്പം കാണുന്ന സ്പേസ് ആണല്ലോ. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും വൃത്തിയാക്കി വെക്കും. ഞാൻ കണ്ണ് തുറന്നാൽ കാണുന്ന ഭാഗമാണ് ഈ ഒരു ജനലിൻ്റെ ഭാഗം. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടില്ല. രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ആദ്യം ഈ ജനലിൻ്റെ ഡോറ് തുറക്കലാണ് എൻ്റെ ആദ്യത്തെ പണി. അപ്പോൾ അത് തുറക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടും. കാരണം പുറത്തെ നല്ല പച്ചപ്പോ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറ്. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ഇല്ല, അതിൻ്റെ ഇലയിലും പൊടിയൊക്കെ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കുകയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഏകദേശം ഒരു 5 കൊല്ലമായിട്ടോ. ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല. വ്യത്യാസം എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നുമില്ല, അതുപോലെ കിടക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു കൊറോണേൻ്റെ ടൈമിലാണ് ഞാനിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിട്ട് വെച്ച ബോട്ടിലിന് മുകളിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഷോക്കേസിൻ്റെ ചില്ലിൻ്റെ മുകളിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു, അതും ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചിട്ടു. അപ്പോൾ പഴയ ഒരു ഷോക്കേസാണ്, അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ചില്ലായതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രാവശ്യം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കാറുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം പൊടിയുള്ള ഭാഗമൊക്കെ തുടച്ചിടുകയാണ്. ഇത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. വൃത്തികേടായ ഭാഗമൊക്കെ ഒന്ന് ഈ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് പൊടിയൊക്കെ തട്ടിയെടുക്കുകയാണ് കേട്ടോ. പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ഞാൻ മൊത്തം ഒന്ന് അടിച്ചിടുകയാണ്. അത്യാവശ്യം പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ അടിച്ചിടുകയാണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ റൂം വൃത്തിയാക്കി വെക്കാറുണ്ട് കേട്ടോ. റൂമല്ല, വീട് മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കി വെക്കാറുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് അടിപൊളിയാണ്, സൈഡിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട്, അതവിടെ നിന്നോ. ഒരു പ്രശ്നമുള്ളത് ലൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് പെരങ്ങും. അപ്പോൾ ഇന്ന് പെരങ്ങിയത് കൊണ്ട് ഞാൻ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. വെളിച്ചെണ്ണൻ്റെ കറയൊക്കെ ഉണ്ട്, അപ്പോൾ അതെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ടിൽ നീക്കിയിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട്. അപ്പോൾ നല്ലോണം പൊടിയൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ മോൻ്റെ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ അടിച്ചു വാരുന്നുണ്ട്. ഡെയിലി നമ്മൾ അടിച്ചു വരുമ്പോൾ കട്ടിൻ്റെ അടിയിലൊക്കെ അടിക്കാറുണ്ട്. പക്ഷേ എത്ര പൊക്കിയാലും നമ്മൾ ഇത് നീക്കി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് വൃത്തിക്ക് തുടച്ചിട്ടു. പിന്നെ പൊടിയൊക്കെ വീണല്ലോ, അതുകൊണ്ട് നല്ലപോലെ വെള്ളവും കൂട്ടി നല്ലോണം തുടച്ചിടുകയാണ് കേട്ടോ. പിന്നെ കട്ടിലിൻ്റെ അടിഭാഗം ഒന്ന് തുടച്ചിടുന്നുണ്ട്. അവിടെയൊക്കെ എപ്പോഴെങ്കിലും ആണ് തുടക്കാറുള്ളൂ, ഡെയിലി ഒന്നും തുടക്കാറില്ല. അപ്പോൾ അവിടെ ഞാനൊന്ന് വൃത്തിക്ക് തുടച്ചിട്ടു. പിന്നെ ലാസ്റ്റ് ബെഡ്ഷീറ്റും വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റാണ് വിരിച്ചിടുന്നത്. 4 ഭാഗവും ഇങ്ങനെ കെട്ടിയിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാറ്. ഇതിന് സൈഡിൽ എലാസ്റ്റിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നിൽക്കില്ല. ഇത് കോട്ടനും പോളിസ്റ്ററും കൂടിയ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 4 ഭാഗത്തും കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബെഡിൻ്റെ അടിയിൽ വെക്കുമ്പോൾ അതവിടെ നിന്നോളും. അങ്ങനെയാണ് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാറ്. അപ്പോൾ നമ്മുടെ ബെഡൊക്കെ നല്ല വൃത്തിക്ക് വിരിച്ചിട്ടു, പില്ലോ കവറൊക്കെ ഇട്ടു. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.